പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തിരുരക്ത ജപമാലയും തിരുരക്ത പ്രാർത്ഥനയും. കർത്താവിന്റെ തിരുരക്തത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ. നമ്മൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുവാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിൽ പ്രവചനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ദൈവം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് വെളിപാട് പുസ്തകം. ആ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപാട് 12:11: അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവം തന്റെ മക്കളോട് എപ്പോഴും താൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനകത്താണ് നമ്മുടെ സംരക്ഷണം ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇൻസ്ട്രക്ഷനകത്താണ് നമ്മുടെ സംരക്ഷണം ഇരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും ഒരു കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീടിന്റെ കട്ടിലപ്പടികളുടെ മേലും വാതിലുകളുടെ മേലും ആ രക്തം പൂശണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടു. താൻ നയിക്കുന്ന ജനത്തോടെല്ലാം ഇത് പറയണമെന്ന് മോശയോട് ദൈവം ഇത് ആവശ്യപ്പെടുകയും, അങ്ങനെ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനത്തെ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ ഈ രക്തം തളിക്കപ്പെട്ട ഭവനത്തെ സംഹാരദൂതൻ സ്പർശിക്കാതെ കടന്നുപോകുന്നു. ബാക്കി എല്ലാ ഭവനങ്ങളിലും സംഹാരദൂതൻ കയറിയിറങ്ങി കടന്നുപോകുന്നു. അവിടെ എല്ലാം വിനാശമുണ്ടാക്കുമ്പോഴും കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട കുടുംബങ്ങളെ സംഹാരദൂതൻ തൊടാതെ സ്പർശിക്കാതെ കടന്നുപോകുന്നു. ഈ രക്തം ഇപ്രകാരം തളിക്കണമെന്നും ആവശ്യപ്പെട്ടത് പിതാവാം ദൈവം മോശയോടും അഹ്റോനോടും, കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ സംഹാരദൂതൻ കടന്നു വരുന്ന സമയത്ത് നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരെ തൊടത്തില്ലെന്നല്ല അവിടെ പറഞ്ഞു. യഹൂദനായിരിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തോട് സ്നേഹിക്കുന്നവരെ തൊടത്തില്ലെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. രക്തം തളിക്കപ്പെട്ട വാതിലുകൾ, എവിടെയാണ് രക്തം തളിക്കപ്പെട്ടിട്ടുള്ളത് ആ വാതിലുകളെ സംഹാരദൂതൻ സ്പർശിക്കത്തില്ല. ഹല്ലേലൂയ. വെളിപാട് 12:11 എഴുതിയിരിക്കുന്നു: അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്. സോ there is power in the blood of Jesus Christ. കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആശ്രയിക്കണം. പ്രിയമുള്ളവരെ, തിരുരക്തത്തിന്റെ ജപമാലകൾ നമ്മൾ ചെല്ലണം. തിരുരക്തത്തിന്റെ സംരക്ഷണ പ്രാർത്ഥന ചെല്ലണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണമേ. വേറെ ഒന്നിലേക്ക് നോക്കരുത്. കുഞ്ഞാടിന്റെ രക്തത്തെ മുറുകെ പിടിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് തന്നെ നമ്മൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നതിന് വേണ്ടിയാണ്. ദൈവം തന്നെയാകുന്നവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് തന്റെ വിശുദ്ധ രക്തം കാൽവരി കുരിശിൽ ചിന്തി. പഴയ നിയമത്തിൽ മോശ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് അവർ ഹീസോപ്പ് കൊണ്ട് കട്ടിളപ്പടികളുടെ മേലും വാതിലിന്റെ മേലും അന്ന് കുഞ്ഞാടിന്റെ രക്തം പൂശിയെങ്കിൽ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് യേശുവിന്റെ രക്തത്തിനാൽ നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ ഓരോരുത്തരെയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുമ്പോൾ ആ രക്തം നമ്മളെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ രക്തത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഹെബ്രായർ 12:24 എഴുതിയിരിക്കുന്നത്: പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ, സ്വന്തം രക്തം കൊണ്ട് പുതിയ ഉടമ്പടി രചിച്ച ഈശോ. ആ ഈശോയുടെ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായത്. നിഷ്കളങ്കനായ ആബേൽ
കായേനും ആബേലിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. ആബേൽ കൊല്ലപ്പെട്ടു. നിഷ്കളങ്കനായിരുന്നു ആബേൽ. ക്രൂരനായ കായേൻ ആബേലിനെ കൊല ചെയ്തു. എന്നാൽ ആബേലിന്റെ ആ നിഷ്കളങ്കനായ ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം, ആ ശ്രേഷ്ഠമായ യേശുവിന്റെ രക്തം വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. സോ ദ ബ്ലഡ് ദാറ്റ് സ്പ്രിങ്കിൾസ്, ഈ രക്തം കാൽവരി കുരിശിൽ നമ്മുടെ പാപമോചനത്തിനായി ചിന്തപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് തളിക്കപ്പെടുന്ന രക്തമാണ്, ഇത് സ്പ്രിങ്കിൾ ചെയ്യുന്ന രക്തമാണ്. ഇന്ന് ഈശോയെ ഞാൻ എന്റെ ഭവനത്തെ, എന്റെ കുടുംബാംഗങ്ങളെ, ഞാൻ എന്റെ ജീവിത മേഖലകളെ, എന്റെ ജീവിത സാഹചര്യങ്ങളെ, എന്റെ ആരോഗ്യത്തെ, എന്റെ സമ്പത്തിനെ, ജോലി എല്ലാം ഈ രക്തം കൊണ്ട് ഞാൻ തളിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്ത ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻറ്റയർ മേഖലയെ കവർ ചെയ്തുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൽ നമ്മൾ പൊതിഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർത്തണം, വെളിപാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും. യേശുവേ നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, വേറെ ഒന്നിലേക്കും ആരിലേക്ക് എങ്ങോട്ടും പോകണ്ട, യേശുവിന്റെ നിനക്ക് വേണ്ടി കാൽവരി ബലമുകളിൽ പരിഹാര ബലിയായി തീർന്ന കർത്താവ് യേശുവിന്റെ രക്തം കൊണ്ട്, പരിശുദ്ധ കുർബാനയായി തീർന്ന, ബലിയായി തീർന്ന, പരിഹാര ബലിയായി തീർന്ന, നിന്നെ തന്റെ ഭൗതിക ശരീരത്തിലൂടെ അനുരഞ്ജിപ്പിച്ച നിന്റെ വീണ്ടെടുപ്പിന്റെ വിലയാകുന്ന ഈശോയുടെ രക്തം കൊണ്ട് നീ നിന്നെ തന്നെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, devil cannot come near you or touch you because Jesus' blood protects you. Isaiah 54:17 No weapon formed against you shall prosper. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. ഐസയ 54 ഇത് പറയുമ്പോൾ 53 പ്രവചനത്തിൽ, യെശയ്യാ 53 പ്രവചനത്തിൽ ഇപ്രകാരം യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവന്റെ ക്ഷതങ്ങളിലൂടെ, 53:5 അവന്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു. യെശയ്യാ 54 പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നീ യേശുവിന്റെ രക്തത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്നെ ഈ രക്തം സംരക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 1:19 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ നമ്മൾ ഈശോയുടെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം. ഇതെന്ത് രക്തമാണ്? അമൂല്യ രക്തമാണ്. പ്രഷ്യസ് ബ്ലഡ് ആണ്. പ്രഷ്യസ് blood of Jesus Christ. അമൂല്യ രക്തം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൊരിന്തോസ്യരുടെ 2-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, നമ്മളെ നേടിയെടുക്കുന്നതിന് വേണ്ടി, വീണ്ടെടുക്കുന്നതിന് വേണ്ടി. One drop of that blood is so powerful. ഈശോയുടെ ഒരു തുള്ളി രക്തം നമ്മുടെ മേലെ ഒരു സംരക്ഷണമായിട്ട് വന്നു വീഴുമ്പോൾ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹോളി റോയൽ പ്രഷ്യസ് ബ്ലഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത് എല്ലാം ഈശോയുടെ ഈ രക്തത്തിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്ത രക്തം, നമ്മൾ കടന്നു വന്നിരിക്കുന്നത് തളിക്കപ്പെട്ട ഈ രക്തത്തിലേക്ക്. ഹെബ്രായർ 12:24. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ കുറിച്ച് യോഹന്നാൻ 1:29 പറയുന്നു. 1 പത്രോസ് 1:19 കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. 1 യോഹന്നാൻ 1:8 വരുമ്പോൾ, യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ യോഹന്നാൻ എഴുതിയ ലേഖനം, അതിന്റെ ഒന്നാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം, 1 യോഹന്നാൻ 1:8 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്യൂരിഫയർ ഉണ്ടെങ്കിൽ, വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ, ആ വാട്ടറിനെ എപ്രകാരം അത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു, ആ പ്യൂരിഫയർ. അതുപോലെ തന്നെ കർത്താവിന്റെ രക്തം ഇന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈശോയെ, നിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു എന്ന് പറയുമ്പോൾ, that blood cleanses you and sanctifies you. Moreover, നമ്മൾ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഈ സാങ്ക്ടിഫിക്കേഷൻ അവന്റെ രക്തത്തിലൂടെ നടക്കുകയാണ്. ഓരോ തവണ കുമ്പസാരിക്കുമ്പോഴും യേശുവിന്റെ രക്തത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. ഈ രക്തം, this blood cleanses our sin from spirit, soul, body completely. The blood of Jesus wipes out the sin from our consciousness itself, because the blood
of Jesus. He's so powerful. He's so powerful. What can wash away my sins? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. 1 യോഹന്നാൻ 1:8 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ബോധ്യത്തിലൂടെ ഈശോയുടെ സവിധത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. ഗെത്സമൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചവൻ ഇന്ന് നിനക്കും എനിക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പുത്രനാം ദൈവം. ആ ദൈവത്തിന്റെ രക്തം ഇന്ന് നമ്മുടെ ചുറ്റും അഭയമായി, കോട്ടയായി, തന്റെ രക്ഷയായി ആ രക്തത്തിനാൽ അവൻ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ സംസാരിച്ചത് അവിടുത്തെ രക്തത്തെക്കുറിച്ചാണ്. തിരുരക്ത ജപമാല ചൊല്ലുമ്പോഴും തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു we can only overcome through the blood of Jesus Christ and through the word of our testimony. നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയായി തീർന്നു. നീ ഞങ്ങളെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അവിടുത്തെ രക്തത്തിനാൽ ഞങ്ങളെ ഇന്ന് പൊതിഞ്ഞു പിടിക്കുന്നതിനായി നന്ദി പറയുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിന്റെ യേശുവേ, the blood that sprinkles and speaks that better than the blood of Abel. Lord, thank you for covering us with your blood. Thank you, Lord, for your hedge of protection through your blood. അവിടുത്തെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് തരുന്ന സംരക്ഷണത്തിനായി നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും ഞങ്ങളെ ഇന്ന് കഴുകുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലൂടെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുത്തെ രക്തത്തിന്റെ ശക്തിയുടെ അഭിഷേകം ഇന്ന് പ്രവഹിക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ഇംപ്യൂരിറ്റീസിനെയും എല്ലാ അൺക്ലീൻനെസ്സിനെയും എല്ലാം എടുത്തു കളയുന്ന എല്ലാ അശുദ്ധിയെ നീക്കം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തി ഇന്ന് ഈ കൂട്ടായ്മയിൽ വ്യാപരിച്ചിറങ്ങുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളിലേക്കും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ അഭിഷേകത്തിലൂടെ വിശുദ്ധിയുടെ ഒരു മേൽവസ്ത്രം, വിശുദ്ധിയുടെ ഒരു അഭിഷേകം, കൃപയുടെ അഭിഷേകം ഈ നിമിഷം വ്യാപരിച്ചിറങ്ങുന്നതിനായി നന്ദി പറയുന്നു. 1 പത്രോസ് 1:23 വചനാഭിഷേകത്തിനാൽ, 1 യോഹന്നാൻ 5:5 വചനശക്തിയാൽ, യോഹന്നാൻ 17:18 വചനാഭിഷേകത്തിനാൽ, യോഹന്നാൻ 15:15 സങ്കീർത്തനം 23 വചനാഭിഷേകത്തിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. 1 യോഹന്നാൻ 1:8 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അമേൻ, അമേൻ, അമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു പ്രേ ആൻഡ് പ്ലീഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ഈശോയുടെ തിരുരക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ മുദ്രയിടുന്നു, എന്റെ കുടുംബത്തെ മുദ്രയിടുന്നു. സിംപ്ലി സ്പീക്ക് ഇറ്റ് ആൻഡ് പ്ലീഡ് ഇറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. യേശുവെ, അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ മുദ്രയിടുന്നു, എന്റെ കുടുംബത്തെ മുദ്രയിടുന്നു, എന്റെ വാഹനത്തെ മുദ്രയിടുന്നു, എന്റെ വീടിനെ മൊത്തം ഐ സ്പ്രിങ്കിൾ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുരക്ത ജപമാല ചൊല്ലുക, പ്രാർത്ഥിക്കുക. കർത്താവിന്റെ രക്തം ഈ കാലഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കും. And there is power in the blood of Jesus Christ. Can you say this with me? എന്റെ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. And there is power in the blood of Jesus Christ. God bless you all. Hallelujah. Have a blessed day. Ave Maria.